ആത്മീയ ജീവിതം എനിക്ക് എഴുതി വെച്ചിരിക്കുന്നത്, രാഷ്ട്രീയ ജീവിതം എനിക്ക് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആരും മിണ്ടുന്നില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. അവിടെ സിപ്പിട്ട് വെച്ചേക്കാണ്. സ്ത്രീധനം കോടികൾ വാരി കൊടുത്തിട്ട് പോലും പെൺമക്കള് കയറിൽ തൂങ്ങി നിൽക്കേണ്ട ഗതികേട് കാണുന്ന അച്ഛന്മാരും അമ്മമാരുമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഞാനത് ചെന്ന ആളാണ്, അല്ല ചുമ്മാ വന്നിരുന്ന കഥ പറയുന്ന ആളല്ല. അങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയത്തിലേക്കുള്ളൊരു താല്പര്യം ജനിക്കാനും വരാനുണ്ടാവുന്ന സാഹചര്യവും അതാണ്. ആത്മീയ ജീവിതം എനിക്ക് എഴുതി വെച്ചിരിക്കുന്നത്, രാഷ്ട്രീയ ജീവിതം എനിക്ക് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഈ ജന്മത്തിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമല്ലേ? അല്ലേ? ആണ്. ഇത് തന്നെയാണ് രാഷ്ട്രീയം. വഴക്കും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ സമാധാനപരമായിട്ട് ഒട്ടും യോജിച്ചു പോകാത്ത ആളുകളെ തമ്മിൽ ഒന്നിപ്പിച്ച് സന്തോഷമായിട്ട് നന്മയായിട്ട് ശാന്തമായിട്ട് നയിക്കുക. ഇതാണ് രാഷ്ട്രീയം. ശുദ്ധമായ രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയം. അല്ലാതെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് ചെയ്യുന്നു, ഇതേ കേസ് വേറൊരിടത്ത് പോയിട്ട് പറഞ്ഞ് അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നു, എന്നിട്ട് ഞാൻ എൻ്റെ നേട്ടം നേടുന്നു. എന്ത് നേട്ടം? ഇതല്ല രാഷ്ട്രീയം. രാഷ്ട്രത്തിനെ നയിക്കുന്ന എന്തും രാഷ്ട്രീയമാണ്. അതിന് ആത്മീയ ജീവിതം ഒരു വലിയ അടിത്തറയാണ്. എൻ്റെ മാസ്റ്റേഴ്സ് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ്. പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷനാണ്. പൊളിറ്റിക്കൽ സയൻസിൽ എൻ്റെ ഡോക്ടറൽ ഡിസർട്ടേഷൻ ടോപ്പിക്ക് ഞാൻ പറഞ്ഞു, വുമൺസ് പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്, രാഷ്ട്രീയപരമായിട്ടുള്ള എംപവർമെൻറ്റ് ത്രൂ ലീഡർഷിപ്പ്, നേതൃത്വത്തിലൂടെ. ഇടുക്കി ജില്ല ഫുള്ള് കവർ ചെയ്തു. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഉൾമേഖലയിലേക്ക് ഇറങ്ങി തിരിച്ച് അവിടെ നടക്കുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി അവിടുത്തെ ജനങ്ങളെ തൊട്ടറിഞ്ഞ് അവർക്ക് എന്താണ് വേണ്ടത്, എന്താണ് അഭാവം, അതെങ്ങനെ പരിഹരിക്കാം, അതിന് ഒരു നേതാവിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ചെയ്തത്. ഈ സ്റ്റഡി ചെയ്യണമെങ്കിൽ ഈ ആളുകളെ മനസ്സിലാക്കണം, പ്രശ്നങ്ങൾ അറിയണം. അല്ലാതെ പൊട്ടിമുളച്ച് വന്നിട്ട് എന്താ പറയുക, എനിക്ക് നാളെ മലേനെ മറിക്കാം എന്നല്ല ടിറ്റി വർഗീസ് പറയുന്നത്. അതല്ല പറയുന്നത്. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു, ഓരോ കുടുംബങ്ങളിലും എന്ത് സംഭവിക്കുന്നു, ഓരോ ആളുകൾക്ക് എന്ത് വേണം എന്നുള്ളതിനെ പറ്റി വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും വർഷങ്ങളായിട്ട് ജീവിതാനുഭവങ്ങളിലൂടെ സ്വന്തം കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പിന്നെ മറ്റുള്ള ആളുകളുടെ ലൈഫും കണ്ട് മനസ്സിലാക്കിയ ആളാണ് ഞാൻ. ഒരു സ്ത്രീ അല്ലേ? ഞാനൊരു പുരുഷനായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയേണ്ട അവസ്ഥകൾ ഉണ്ടാകുമെന്ന് മധുചേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ അനുഭവിച്ച വേദനകൾ അനുഭവിക്കേണ്ടി വരുമെന്ന് മധുചേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു പുരുഷനല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. ഇത്രത്തോളം കഷ്ടപ്പെടുന്ന എത്രമാത്രം സ്ത്രീകളുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഈ കേരള സമൂഹം ജീവിക്കുന്നതെന്ന് അറിയാമോ? ആരും മിണ്ടുന്നില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. അവിടെ സിപ്പിട്ട് വെച്ചേക്കാണ്. ഒന്നുകിൽ ഭർത്താവാകാം, അപ്പനാകാം, അതല്ലെങ്കിൽ സഹോദരങ്ങളാകാം. ഇപ്പൊ സ്ത്രീധന പീഡന കേസുകൾ തന്നെ ഒന്ന് നോക്കൂ. സ്ത്രീധനം കോടികൾ വാരി കൊടുത്തിട്ട് പോലും പെൺമക്കള് കയറിൽ തൂങ്ങി നിൽക്കേണ്ട ഗതികേട് കാണുന്ന അച്ഛന്മാരും അമ്മമാരുമുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അപ്പൊ ഇതൊന്നും ഇല്ലാതെ പോയ എൻ്റെ അവസ്ഥ എന്തായിരിക്കാം, എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, എല്ലാ തരത്തിലും ഞാൻ പറയുന്നത്. അപ്പൊ എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം. തളരാതെ മുന്നോട്ട് പോകണം. ഒരു കയറിൽ ഒരിക്കലും ഒടുങ്ങാൻ പാടില്ല. അതിനല്ല നമ്മളൊക്കെ ഇവിടെ ജന്മമെടുത്ത് വന്നിരിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, ആർജവത്തോടുകൂടി മുന്നോട്ട് പോവുക. ആരുടെയും മുമ്പിൽ ഞാനൊക്കെ അടിയറവ് പറഞ്ഞ് നരകിച്ചതുപോലെ നരകിക്കാൻ പാടില്ല. വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ട്, അത് നേടാനുള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്ക് നേട്ടം കിട്ടുന്നില്ലേ, സ്ട്രാറ്റജി മാറ്റണം, സമൂഹത്തിനെ മനസ്സിലാക്കണം, ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം. ഞാനത് ചെന്ന ആളാണ്, അല്ല ചുമ്മാ വന്നിരുന്ന കഥ പറയുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ രംഗത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമോ, എന്ത് എന്നുള്ളതിനേക്കാൾ ഉപരി എന്ത് നന്മ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രാധാന്യം. അതിന് ഇവിടെ ഇരിക്കുന്ന മെയിൽ ഈഗോക്കാരൊക്കെ മെയിൽ ഈഗോ എടുത്തിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. ഇതിനേക്കാളും വലിയ ഈഗോയിലാണ് ഞാനൊന്ന് കൂട്ടിക്കും. ഈഗോ ഇൻ ദ സെൻസ് നിങ്ങൾ ഉദ്ദേശിച്ച ഈഗോ അല്ല ഞാൻ ഉദ്ദേശിച്ച ഈഗോ. എൻ്റെ ഈഗോ ഭയങ്കര വലുതാണ്. കാര്യം ആരെയും എന്തിനേയും എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഈഗോ. അല്ലാതെ
ഞാൻ വലുത് നിങ്ങൾ ചെറുത്. ഇതാണ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലെ ഈഗോ. നമ്മൾ ഈഗോയിൽ വ്യത്യാസമുണ്ട്.